എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിൽ നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല നിമിഷങ്ങളാണ്. രാധികാമ്മയുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് ഗീതവും ഗോവിന്ദും കൂടി ഒന്നാവുകയാണ്. അതിന് നിമിത്തമാകുന്നു രേഖയാണ്. അപ്പൊ നമ്മളുടെ എല്ലാ ആഗ്രഹമായിരുന്നു അവർ ഒന്നാകണം. ഇനി അവര് തമ്മിൽ ഇങ്ങനെ അകന്നിരിക്കാൻ പാടില്ല, അവരുടെ പ്രണയം അങ്ങനെ തുറന്നു പറയണമെന്ന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഗീതുവിന്റെ വയറ്റ് വളർന്ന് ഇല്ലാത്ത കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് രാധികാമ്മ വരുണും എല്ലാരും കൂടെ ശ്രമിക്കുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അയ്യപ്പേട്ടൻ വലിയ നീണ്ട തീർത്ഥാടനത്തിന് ഒരു വീട്ടിലേക്ക് തിരിച്ചു വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അയ്യപ്പേട്ടൻ ആ സത്യം മനസ്സിലാക്കുന്നേ, ഗീതു പ്രഗ്നന്റ് ആണെന്നുള്ളത്. അത് വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. അങ്ങനെ തെറ്റിദ്ധരിച്ച അയ്യപ്പേട്ടൻ ഗീതുവിന് വേണ്ടി കുറച്ച് പച്ചമാവ് കൊണ്ട് കൊടുക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പക്ഷേങ്കില് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ഗീതുവിന് സങ്കടമോ ദേഷ്യം വന്നേ. ഇതിന്റെ പേരിൽ ഗോവിന്ദനോട് അടി ഉണ്ടാക്കുന്നുണ്ട് ഗീതു. അവസാനം ഗോവിന്ദ് പറഞ്ഞു, അയ്യപ്പനോട് ഞാൻ പറഞ്ഞോളാം, അയ്യപ്പന്റെ തെറ്റിദ്ധാരണ മാത്രം അങ്ങനെയൊന്നും ഇല്ലാന്നൊക്കെ എത്രയും പെട്ടെന്ന് പോയി പറഞ്ഞോണം, എനിക്ക് പറ്റില്ല. പക്ഷേങ്കിൽ ഈ സമയത്ത് രാധികാമ്മ എന്ത് ചെയ്യുക, രാധികാമ്മയുടെ മനസ്സിൽ വല്ലാത്ത ടെൻഷനായി. താൻ ഭയന്ന് എന്തോ അത് സംഭവിച്ചിരിക്കുന്നു, ഒരിക്കലും നടക്കാൻ പാടാത്ത കാര്യം സംഭവിച്ചു. അങ്ങനെ ഈ അറക്കൽ കുടുംബത്തിന് ഒരു അവകാശം ഉണ്ടായിരിക്കുന്നു. ഇനിയിപ്പം സ്വത്തുക്കളെല്ലാം ആ കുട്ടിയുടെ പേരിലായിരിക്കും. അത് പാടില്ല. അതിനുമുമ്പ് ഗീതുവിന്റെ വയറ്റി വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്ന് ഓർത്തിട്ട് വരുണിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വരുൺ പിന്നീട് അമ്മയോട് പറഞ്ഞു, അമ്മ ധൈര്യമായിട്ടിരിക്കുക, ആദ്യം അമ്മ എന്നെ അങ്ങോട്ടൊന്ന് കയറ്റാൻ നോക്ക്, എന്നാൽ മാത്രം എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അമ്മ എത്ര ദിവസം അമ്മ ഞാനിങ്ങനെ പുറത്ത് കഴിയുന്നേ, ധൈര്യമായിട്ടിരിക്കും, ഞാൻ ഗോവിന്ദനോട് സംസാരിച്ചു നോക്കാം. ഒരു പക്ഷെ ഞാൻ പറഞ്ഞ അവൻ കേൾക്കാതിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഗോവിന്ദനോട് എന്നിട്ട് രാധികാമ്മ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതെ, വരുണിന് അവർ അബദ്ധം പറ്റി, ഇനി അവനിങ്ങനെ പുറത്ത് നിൽക്കുന്നത് ശരിയാണോ? രേഖ ഇവിടെ തന്നെയല്ലേ ഉള്ളൂ, അവരുടെ കല്യാണം കഴിഞ്ഞല്ലേ, അല്ലെങ്കിൽ രേഖേനെയും കൂടെ ആ കൂടെ പറഞ്ഞു വരണം. പക്ഷെ ഗോവിന്ദ് പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല, രേഖ ഇവിടെ നിന്നോട്ടെ, അവൾക്ക് എന്താ കുഴപ്പം, അവൾ ഇവിടെ തന്നെ നിന്നോളൂ എന്ന് പറയാം. എന്നാലും കണ്ട അങ്ങനെയല്ലല്ലോ, അവൻ എത്ര ദിവസമായി, അവനുള്ള ശിക്ഷ അവന് കിട്ടിക്കഴിഞ്ഞു. ഇനി അവൻ അങ്ങനെ കയറി വന്നാലും അവൻ അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല. അവസാനം ഗോവിന്ദ് പറഞ്ഞു, എന്തേലും ചെയ്യാൻ പറയുകയാണ്. അങ്ങനെ അവസാനം വരുണിനെ വീട്ടിലേക്ക് കയറ്റുവാണ്. വരുണിന് ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഗോവിന്ദേട്ടൻ താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം, അല്ലെങ്കിൽ താൻ എന്ന് അമ്മയുടെ മുന്നിൽ കരഞ്ഞു കാണിച്ചു കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനുസരിച്ചല്ലോ എന്നൊരു ചിന്തയായിരുന്നു. ഗോവിന്ദ് തിരികെ വിളിക്കാൻ കാരണമുണ്ട്. അടുത്ത ദിവസം പ്രിയമോളെ ഇനിയിപ്പോ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ദിവസമാണ്. അപ്പൊ ആ സമയത്ത് വരുൺ ഇനിയിപ്പോ പുറത്താണെങ്കിൽ അത് ശരിയാകത്തില്ലോ, പ്രിയമോൾക്ക് വിഷമമായാലോ എന്ന് കരുതിയിട്ടാണ് വരുണിനെ വീട്ടിലേക്ക് കയറ്റിയത് തന്നെ. രാധികാമ്മയോട് പറയുകയും ചെയ്തായിരുന്നു, പ്രിയമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് വരുൺ ഇവിടെ കാണണം, അതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരു കാരണവശാൽ അവനെ ഈ വീട്ടിൽ കയറാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നൊക്കെ. പിന്നീട് ഗീതു ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് രേഖ അങ്ങോട്ട് വരുന്നത്. രേഖ വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റിയിരിക്കുന്നു, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ? ഒന്നുമില്ല, എന്തോ കാര്യമുണ്ട്, കാര്യം എന്താണെന്ന് തുറന്നു പറ. പിന്നീട് ആ കാര്യങ്ങളൊക്കെ പറയണം, അയ്യപ്പേട്ടൻ തെറ്റിദ്ധരിച്ചതിനെ കുറിച്ച്, പച്ചമാങ്ങയുടെ കാര്യമൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ രേഖ പറഞ്ഞു, അത് കൊള്ളാലോ. പിന്നെ രേഖ ചേച്ചിക്ക് തമാശയാ, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എന്റെ അവസ്ഥ എന്താണെന്നറിയോ, ഞാൻ ആകെപ്പാടെ അയ്യപ്പേട്ടന് മുന്നിൽ ചെറുതായി നിൽക്കുക. അതെ, ഒരു കാര്യം ചെയ്യുക, ആ കാര്യം നിങ്ങൾ സത്യമാക്കി എടുത്താൽ പോരെ. എന്ത്, ഇത് പ്രഗ്നന്റ് ആയാലും എന്തോ കുഴപ്പം? ഞാൻ പ്രഗ്നന്റ് ആണ്, നല്ല കഥയായിപ്പോയി. അതെന്താ, ഭർത്താവ് കൂടെ ഉണ്ടല്ലോ, പിന്നെ ഇത് പ്രഗ്നന്റ് ആയ എന്താ കുഴപ്പം? അല്ലും ചീത്ത വിളിക്കോ? ഈ രേഖേച്ചി എന്തൊക്കെ ഇങ്ങനെ പറയണേ? ഇതുവരെ ആയിട്ടും ഞങ്ങൾ തമ്മിലൊന്ന് അടുത്തിട്ട് പോലും ഇല്ല, ഇഷ്ടം പോലും തുറന്നു പറഞ്ഞിട്ടില്ല, പിന്നെയാണ് ഇനിയിപ്പൊ പ്രഗ്നന്റ് ആവാൻ പോകുന്നത്. എനിക്ക് വല്ല ദിവ്യഗർഭം ഉണ്ടാവണമെന്ന് പറയാം. പെട്ടെന്ന് രേഖേച്ചി, അതൊക്കെ നടക്കൂന്നേ. എങ്ങനെ നടക്കുന്ന രേഖേച്ചി പറയണേ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാനേ ഗോവിന്ദനോട് സംസാരിച്ചോട്ടെ? വേണ്ട വേണ്ട, ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചോണ്ടേ അല്ലടാ, എനിക്ക് നാണോ. ഒരു കാര്യം ചെയ്യാം, നീ ഒരു കാര്യം ചെയ്തു, നിന്റെ മനസ്സുള്ള ഇഷ്ടം ഗോവിന്ദനോട് പോയി തുറന്നു പറ. അതെങ്ങനെയാ ഞാൻ പോയി തുറന്നു പറയണേ? തുറന്നു പറയുമ്പോൾ ഗോവിന്ദനെ എന്നെ ഇഷ്ടമില്ലെങ്കിലോ, ഗോവിന്ദൻ ചിലപ്പോൾ എന്നെ അങ്ങനെ കണ്ടിട്ടില്ലെങ്കിലോ? ഒരു പക്ഷെ അതോടുകൂടി തീർന്നില്ലേ? അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ ആദ്യം സംസാരിക്കാം, ഞാൻ പോയി സംസാരിച്ചിട്ട് വന്നാൽ നീ നിന്റെ ഇഷ്ടം തുറന്നു പറയുമെന്ന് ചോദിക്കാം. ശരി, ഞാൻ എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞോളാന്ന് പറയാം. പിന്നീട് രേഖ നേരെ ഗോവിന്ദന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ഗോവിന്ദന്റെ അടുത്തേക്ക് ചായക്കായിട്ട് അങ്ങോട്ട് ചെല്ലുന്നേ. ഗോവിന്ദൻ എന്നിട്ട് ചായ കൊടുത്തു കഴിഞ്ഞിട്ട് ഗോവിന്ദൻ ചായ കുടിച്ചിട്ട്, അല്ല ഗീതു എന്തെന്ന് ചോദിക്കാണ്. ഗീതു അപ്പറേ ഉണ്ടെന്ന് പറയാണ്. ഗീതു എന്തോ തിരക്കാ, അതുകൊണ്ടാണ് ഞാൻ ചായയും കൊണ്ട് വന്ന് പറയണം. പിന്നീട് ഗോവിന്ദനോട് പറഞ്ഞു, അതെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഗോവിന്ദനോട് സംസാരിക്കാണെന്ന് പറയും. അല്ല, എന്ത് കാര്യമാണ് എനിക്ക് സംസാരിക്കാനുള്ളത്? അല്ല, ഗോവിന്ദേട്ടനെ അറിയാലോ, വരുണേട്ടന്റെ കാര്യവും സ്വഭാവങ്ങളൊക്കെ
ശരിക്കും അറിയാവുന്ന കാര്യമില്ലേ? ഇത്രയും കാലമായി കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ വരുണേട്ടൻ എന്നെ അംഗീകരിച്ചിട്ടില്ല. ഞാൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരു പെണ്ണാ ഞാനും പല കാര്യങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെയായിരിക്കില്ലേ ഗീതുവിന്റെ കാര്യം? അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം. ഇനി അത് ഞാൻ മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് പറയാം. പെട്ടെന്ന് ചോദിച്ചു, എന്ത് കാര്യം അറിയാവുന്നേ? കാര്യം എന്താ രേഖ? രേഖ കാര്യം പറയാണ്. അവസാനം രേഖ പറഞ്ഞു, അത് ഗോവിന്ദണ്ണൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല ഗീതു. ഗീതുവിന്റെ മനസ്സിൽ ഗോവിന്ദണ്ണന് ഇഷ്ടമാണെന്ന് പറയാം. രേഖ എന്താ പറയാ? അതെ, ഞാൻ ഗീതുവിനെ മനസ്സിലാക്കിയിടത്തോളം അങ്ങനെയാ. അത് പക്ഷേ ഗീതുവിന് ഗോവിന്ദണ്ണനോട് തുറന്നു പറയാനായിട്ടൊരു മടി. അതുകൊണ്ടാ ഗീതു പറയാതിരിക്കുന്നത്. കിഷോറിനെ ഒരു കാലത്ത് ഗീതു സ്നേഹിച്ചിരുന്നു. അതൊക്കെ സത്യം തന്നെയാ. അന്ന് ഗീതു ഗോവിന്ദനോട് ഇഷ്ടമില്ലായിരുന്നു. എങ്ങനെയായാലും കിഷോറിനോട് ഒപ്പം പോകാനും തന്നെ ആഗ്രഹം. പക്ഷെ കിഷോറിന്റെ ചതിയെക്കുറിച്ച് അറിഞ്ഞ നിമിഷം മുതൽ ഗീതുവിന്റെ മനസ്സിൽ കിഷോറില്ല. അന്നുമില്ല, ഇന്നുമില്ല. ഇപ്പോൾ അവൾ സ്നേഹിക്കുന്ന ആരെയാണെന്നറിയോ? ഗോവിന്ദനെയാ സ്നേഹിക്കുന്നത്. പെട്ടെന്ന് ഒരു നിമിഷം ഗോവിന്ദനിലൊരു സന്തോഷം ഉണ്ടായി. താൻ കേൾക്കാൻ കൊതിച്ചിരുന്ന കാര്യങ്ങളാ ഇതൊക്കെ. പക്ഷെ ഇതുവരെയായിട്ടും അത് തന്നോട് ഗീതു തുറന്നു പറഞ്ഞിട്ടില്ല. ഗോവിന്ദൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവൾക്ക് ഇപ്പോഴും ആ കിഷോറിന് തന്നെയാ. കിഷോറിനെ കിട്ടാത്തതിന്റെ ദേഷ്യം വൈരാഗ്യമുണ്ട്. അവള് കുറച്ചുനാൾ കഴിയുമ്പോൾ എന്നെ ഇട്ടിട്ട് പോകുന്ന എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രമോ ഗോവിന്ദന്റെ? ഗോവിന്ദൻ അറിയോ എത്രമാത്രം ഗീതു സ്നേഹിക്കുന്നുണ്ടെന്ന്? പലപ്പോഴും എനിക്കിത് മനസ്സിലായിട്ടുണ്ട്. ഗോവിന്ദന്റെ പല അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗീതു എത്രമാത്രം റിസ്ക് എടുത്തിട്ടുണ്ടെന്ന് അറിയാവോ? അതെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അത് മാത്രമല്ല, ഇവിടെ നടക്കുന്ന പല സംഭവങ്ങളും ഗോവിന്ദൻ അറിയാതെ പോകുന്നതാ. ഗോവിന്ദേട്ടന് രാധികാമ്മേനെ ഭയങ്കര വിശ്വാസമായിരിക്കും. പക്ഷെ അതൊന്നും അല്ല സത്യം. ഗീതു പറയുന്നതിലും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയും ഗോവിന്ദേട്ടൻ കണ്ണടച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഗീതുവിനെ ഒരു പക്ഷെ ഗോവിന്ദേട്ടൻ നഷ്ടപ്പെടും. പെട്ടെന്ന് ഗോവിന്ദേട്ടൻ ഞെട്ടണ, അല്ല രേഖ എന്താ പറയണേ? അല്ല, നിങ്ങൾ ഇത്രയും കാലമല്ലേ കല്യാണം കഴിഞ്ഞിട്ട്? ഇപ്പൊ എല്ലാവരും ഓരോന്നൊക്കെ ചോദിച്ചു തുടങ്ങി. ഇപ്പൊ അയ്യപ്പേട്ടൻ തന്നെയാണെങ്കിലും എന്തൊക്കെ കാര്യത്തിൽ സംശയിച്ചിരിക്കുന്നു. ഒരു പെണ്ണെന്നതിലല്ല ഗീതുവിന് അത് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാ. ഗീതു ഇപ്പം ജീവിക്കുന്ന പോലും ഗോവിന്ദേട്ടന് മാത്രമാ. ഗോവിന്ദേട്ടൻ നന്നായിട്ട് വരണം, ഗോവിന്ദേട്ടൻ ഒരു അപകടം ഉണ്ടാവില്ലെന്ന് മാത്രം വിചാരിച്ചാ ഗീതു ജീവിക്കുന്നത്. എത്രയോ വട്ടം ഗീതുവിന് ഇവിടെ അപകടങ്ങളൊക്കെ ഉണ്ടായി. അതൊരു പക്ഷെ ഗോവിന്ദേട്ടൻ കണ്ടിട്ടുണ്ടാവില്ല, അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞാൽ പോലും ഗോവിന്ദേട്ടൻ ഒരിക്കലും ഇവിടെ വേറുള്ളവരൊന്നും സംശയിക്കത്തില്ല. പക്ഷെ എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നീട് രേഖ തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഗോവിന്ദനോട് പറയുകയാണ്, ഗീതുവിന്റെ സ്നേഹം ഉൾപ്പെടെ. ഗീതു പലപ്പോഴും ഗോവിന്ദനെ രക്ഷിച്ച എങ്ങനെയാന്നൊക്കെ എല്ലാം കേട്ട് ഞാൻ ഗോവിന്ദന് ഭയങ്കര സങ്കടമായിപ്പോയി. ഇത്രമാത്രം അവൾ തന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നോ? അവളുടെ സ്നേഹം താൻ തിരിച്ചറിഞ്ഞാണ്. പക്ഷെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയില്ലായിരുന്നു. ഇത് താൻ നേരത്തെ അവളോട് തന്റെ പ്രണയം തുറന്നു പറയേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ താങ്കൾ ഒരുമിച്ച് നല്ലൊരു കുടുംബജീവൻ നയിക്കാൻ തനിക്ക് കഴിയുമായിരുന്നൊക്കെ ഓർക്കുകയാണ്. പിന്നീട് രേഖ പറഞ്ഞു, രേഖ ധൈര്യമായിട്ട് പൊക്കോ. ഇനി അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവളോടുള്ള എൻ്റെ ഇഷ്ടം, എനിക്കും അവളോട് ഇഷ്ടം തന്നെയാണ്. ഇഷ്ടം ഞാൻ തുറന്നു പറഞ്ഞോളാം. അങ്ങനെ രേഖ പോവാണ്. അങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുക. എങ്ങനെ ഈ കാര്യങ്ങൾ പറയും? എങ്ങനെയും പറഞ്ഞേ പറ്റുള്ളൂ. ഗീതുവിനോട് തന്റെ പ്രണയം തുറന്നു പറയണേ. നീ ഇത് വൈകിപ്പിച്ചുകൂടാ. പിന്നീട് ഗീതു ഒന്നും അറിയത്തില്ലാതെ മറ്റേ മുറിയിലേക്ക് കയറി വരുവാണ്. മുറിയിലേക്ക് കയറി വരുമ്പോൾ ഗോവിന്ദ് ഗീതുവിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവൾക്ക് തന്നോട് ഇഷ്ടമായിരുന്നു അപ്പൊ ഇത്രയും കാലം. ഇനിയിപ്പൊ തന്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറയാം. പക്ഷെ അത് ഇവിടെ വെച്ച് പറയാൻ ശരിയല്ല. അതിന് പറ്റിയൊരു ആംബിയൻസ് വേണം. അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തോ പറയാൻ തനിക്ക് സാധിക്കുന്നില്ല. ഇവളെയും കൊണ്ട് പുറത്തു പോകണം. പുറത്തു പോയിട്ട് തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയണം. പിന്നീട് ഗോവിന്ദ് ഗീതുവിനോട് പറഞ്ഞു, അല്ല നീ നിനക്ക് ഇന്ന് വല്ല എന്തെങ്കിലും തിരക്കൊണ്ട്? എനിക്കെന്ത് തിരക്ക്? എനിക്ക് പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല. അന്ന് നമുക്ക് രണ്ടുപേർക്കൊന്ന് പുറത്തു പോയാലോ? പുറത്തു പോകാനോ? അതെന്തിനാ? അല്ല, നിനക്ക് പരാതിയില്ലേ ഞാൻ നിന്നെ പുറത്തു കൊണ്ടുപോകുന്നില്ല എന്നുള്ളേ? ആ പരാതി ഇന്ന് ഇങ്ങോട്ട് തീർത്തേക്കാം. നമുക്ക് പുറത്തു പോവാം. പിന്നെ രഞ്ജുവിനെ ഒന്ന് കാണണം, രഞ്ജുവിനെ വിളിക്കണമെന്ന് പറയാം. ശരി ശരി ആയിക്കോട്ടെ എന്ന് പറയാണ്. ഗീതു പറഞ്ഞു, ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഗീതു നേരെ കുളിക്കാനായിട്ട് ഇങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഗോവിന്ദടുത്ത് പോകുന്ന വഴിക്കാണ് അവളുടെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. ഇന്നത്തോടു കൂടി ഈ ഒളിച്ചുകളെ ഇങ്ങോട്ട് അവസാനിപ്പിക്കണം. അങ്ങനെ ഗീതു കുളി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുവാണ്. കുളിച്ച് കഴിഞ്ഞ് വന്ന് നിൽക്കുമ്പോൾ ഗോവിന്ദ് നോക്കി കഴിയുമ്പോഴത്തേനും ഗീതുവിന്റെ മുടിയിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുക. ഇത് കണ്ടതും ഗോവിന്ദിച്ചു, ഇതെന്ത് പരിപാടി ഗീതു നീ കാണിച്ചെന്ന് ചോദിക്കുക. എന്താ ഗോവിന്ദട്ട കാര്യം എന്താ നോക്കിയേ? കുളിച്ച് കഴിഞ്ഞിട്ട് മുടി നന്നായിട്ട് തോർത്തണം അറിയത്തില്ല, ഇത് എന്തുമാത്രം വെള്ളമാന്ന് നോക്കിയേ. വല്ല പനി എന്തെങ്കിലും പിടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗീതു, അതൊന്നും കുഴപ്പമില്ലെന്ന് പറയും. ഇങ്ങോട്ട് വാ, ഞാൻ തോർത്തി തരാമെന്നും പറഞ്ഞിട്ട് ഗോവിന്ദ ടവലും മേടിച്ചിട്ട് ഗീതുവിന്റെ മുടി നന്നായിട്ട് തോർത്തി കൊടുക്കുക. ഗീതു ഒരു കുഞ്ഞിനെ എന്ന പോലെ ഗോവിന്ദനോട് ചേർന്ന് നിൽക്കുക. ഗീതുവിന് മനസ്സിലായി ഗോവിന്ദനോട് തന്നോട് എത്രമാത്രം ഇഷ്ടമുണ്ട്, കെയറിങ് ഉണ്ടെന്നുള്ളതൊക്കെ. ഇനി ഇത് വെച്ച് താമസിപ്പിച്ചുകൂടാ. തന്റെ മനസ്സോടെ പ്രണയം തുറന്നു പറയാൻ തന്നെ ഗീതും തീരുമാനിച്ചു. ഇന്ന് പുറത്തു പോകുന്ന സമയത്ത് ഗോവിന്ദനോട് തന്റെ പ്രണയം തുറന്നു പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ പോവാണ്. രണ്ടുപേരും കൂടെ പോയി നേരെ പോകുന്ന കടൽ തീരത്തേക്കാണ് പോകുന്നത്. പിന്നീട് അവർ സംസാരിച്ചിങ്ങനെ നടക്കുക, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുക. ഗീത ഓർത്ത് എങ്ങനെ പറയും?
നേരിട്ട് പറയാൻ ഒരു ചമ്മല്. ഒരു കാര്യം ചെയ്യാം, ഇവിടെ എഴുതാം, കടൽപ്പുറത്ത് എഴുതാം. അപ്പം മണലില് ഐ ലവ് യു കണ്ണേട്ടാന്ന് എഴുതാം. അത് കണ്ടു കഴിയുമ്പോൾ തന്നെ കണ്ണേട്ടന് മനസ്സിലാകണം. അപ്പൊ ഈ സമയത്ത് ഗോവിന്ദൻ ടെൻഷനായിരുന്നു. എങ്ങനെ പറയും, പേപ്പറിൽ എഴുതി കൊടുത്താലോ, അതാകും പിന്നെ മുഖത്ത് ആ ചമ്മലിന്റെ ആവശ്യമില്ല. അങ്ങനെ ഗോവിന്ദ് തന്റെ പ്രണയം പേപ്പറിൽ എഴുതി വെക്കുവാണ്. ഈ സമയം ഗീതു ഐ ലവ് യു കണ്ണേട്ടാന്ന് എഴുതിയിട്ട് ഗോവിന്ദനെ വിളിക്കുകയാണ്. കണ്ണേട്ട ഇങ്ങോട്ട് വന്നേ, ഞാൻ സൂത്രം കാണിച്ചു തരാന്ന് പറയാണ്. അങ്ങനെ ഗോവിന്ദ് പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞതും കയ്യിലിരിക്കുന്ന പേപ്പർ അങ്ങോട്ട് പറന്നുപോയി. ഗോവിന്ദ് അരിയിലേക്ക് ചെന്നപ്പോൾ തന്നെ ആ കടൽപ്പുറത്ത് എഴുതി വെച്ചിരുന്ന കാര്യം തിരമാല വന്ന് കൊണ്ടുപോയി. ഗീതുവിന് വല്ലാത്ത സങ്കടമായിപ്പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഗോവിന്ദിന് സങ്കടമായി, താൻ എഴുതിയതും പറന്നുപോയി. ഇനിയിപ്പോ എങ്ങനെ പ്രണയം പറയും? ഇനിയിപ്പോ പറിച്ചു വെച്ചിട്ട് കാര്യമില്ല. പെട്ടെന്ന് ഗീതുവിനോട് ചോദിച്ചു, ഗീതു എന്താ കാണിക്കാനുണ്ടെന്ന് പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ഏയ് ഒന്നുമില്ല, എന്തോ കാര്യമുണ്ട്. പെട്ടെന്ന് ഗീതു പറഞ്ഞു, അത് ഞാൻ അല്ല, ഗോവിന്ദനോട് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നില്ല, എന്താ കാര്യം പറയുന്നത് പറയണം. അവസാനം ഗോവിന്ദ് ആ കാര്യം തുറന്നു പറയാണ്. എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഗീതു, എനിക്ക് നിന്നോട് പ്രണയമാ. പ്രണയം എന്ന് പറഞ്ഞാൽ അതിന് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത്രയും കാലം ഞാൻ നിന്നെ മനസ്സിൽ കൊണ്ട്, നിന്നെ വിവാഹം കഴിച്ച അന്ന് മുതൽ നിന്നോട് എനിക്ക് ഇഷ്ടമായിരുന്നു. നീ കിഷോറിനെ സ്നേഹിക്കുന്ന സമയത്തും എനിക്ക് നിന്നോട് പ്രണയമായിരുന്നു. അത് പക്ഷെ നീ മനസ്സിലാക്കില്ലെന്ന് മാത്രം. ഇനി എനിക്കത് മറച്ചു വെക്കാൻ പറ്റില്ല. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ കാര്യം തുറന്നു പറഞ്ഞു. ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറയാം. ഇത് കേട്ടതും ഗീതു ഒന്നും മിണ്ടിയില്ല. ഗീതു ഗോവിന്ദന്റെ നെഞ്ചിലേക്ക് ചാരുവാണ്. ആ ഒരു ഇത് മാത്രം മതിയായിരുന്നു ഗോവിന്ദന് ഗീതുവിന്റെ ഉള്ളിലുള്ള പ്രണയം മനസ്സിലാക്കാനായിട്ട്. അപ്പൊ അതിന്റെ നല്ല നല്ല വിശേഷങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെ നടക്കണ സമയത്ത് രാധികാമ ഗീതുവിന്റെ വയറ്റി വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് പല തന്ത്രങ്ങളും മെനയുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.